ഗവർണർക്കെതിരെ സമരമെന്ന പേരിൽ സിപിഎം കാണിച്ചുകൂട്ടുന്ന സമരാഭാസം ഗുണ്ടായിസമാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന പോലീസും എസ്എഫ്ഐ പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസുമാണ് ഇവിടെയുള്ളതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ എസ്എഫ്ഐ നടത്തിയത് ഗുണ്ടായിസമാണ്. അതിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. സർവകലാശാലകളിൽ കടന്നുകയറി അവിടുത്തെ ജീവനക്കാരെയും പല ആവശ്യങ്ങൾക്ക് വന്ന വിദ്യാർത്ഥികളെയും മർദ്ദിച്ച് തികഞ്ഞ ഗുണ്ടായിസമാണ് അവിടെ നടന്നത്. അക്കാദമിക് രംഗത്തെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് സതീശൻ പറഞ്ഞു. 13 സർവകലാശാലകളിൽ 12 സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. അവിടങ്ങളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളും താൽക്കാലിക വിസിമാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതിനെല്ലാം ഇരകളാകുന്നത് കുട്ടികളാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടെന്നും സതീശൻ പറഞ്ഞു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിനിടെ ബലിയാടാകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുന്നതിന് പകരം യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നതെന്നും സതീശൻ വിമർശിച്ചു. പോലീസിന്റെ വടി മേടിച്ച് വിദ്യാർത്ഥികൾ അവരെ തല്ലുകയാണ്. എന്നിട്ട് തൊപ്പിയും വെച്ച് പോലീസ് നോക്കി നിൽക്കുകയുമാണ്. നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ജനത്തെ ബാധിക്കുന്നതാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നതെന്നും അതിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷം സമരം ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവർ KM മാണിയോട് ചെയ്തത് എന്തായിരുന്നു? ബജറ്റ് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതെ സമരം ചെയ്തില്ലേ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരെ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി CPM ആണ്. അവർക്കിപ്പോൾ സമരത്തെയും സമരം ചെയ്യുന്നവരെയും പുച്ഛമാണ്. മന്ത്രിമാർക്കിപ്പോൾ മുതലാളിത്ത സ്വഭാവമാണ്. അവർക്ക് സമരം ചെയ്യുന്നവരെ കണ്ടുകൂടാ എന്നും സതീശൻ പറഞ്ഞു. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ 2 പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. CPM നേതാക്കന്മാർ SFIയെ നിയന്ത്രിക്കണം. കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ. അക്കാദമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം VCമാരില്ല. അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും VCമാരും തമ്മിൽ താൽക്കാലിക VCമാരും തമ്മിൽ ഭയങ്കരമായ പ്രശ്നമാണ്. കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത്. വിദ്യാഭ്യാസം തന്നെ തകരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നിസാര കാര്യത്തിന് വേണ്ടി ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ പേര് ബലിയാടാകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുക. എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇത്രയും വലിയ വൃത്തികേട് ഇവര് കാണിച്ചിട്ട് വടി വാങ്ങിച്ച്, പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ലുക. അത് നോക്കിയിരിക്കുകയാണ് 100 പോലീസ്. നാണക്കേട്. കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ്. നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ്. ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് അവസാനിപ്പിച്ചേ മതിയാവും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് തുടരാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള സമരമാണ്. ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ ഇവർക്കിപ്പോ സമരം ചെയ്യാൻ പാടില്ല. സമരം കണ്ട പുച്ഛമാണ്. മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ KM മാണിക്കെതിരായി നടത്തിയ സമരം എന്തായിരുന്നു? ബജറ്റ് അവതരിപ്പിക്കാൻ ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ?
കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് CPM ആണ് കേരളത്തിൽ ചെയ്തത്. ഇപ്പൊ അവർക്ക് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവർക്ക് താക്കീതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രതിപക്ഷ നേതാക്കന്മാര് റോട്ടിലിറങ്ങില്ല, അവർക്ക് വീടൊന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കാം അവരോട് ഞങ്ങൾ പേടിച്ചു അവര് പറഞ്ഞ കേട്ടിട്ട്, ഈ മന്ത്രിമാര് പറഞ്ഞ കേട്ടിട്ട് ഞങ്ങൾ തെരുവിലിറങ്ങാതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിപ്പാണ്, ഞങ്ങൾ പേടിച്ചു എന്ന് പറയേക്കാം. എന്താണെന്ന് വിചാരിച്ചത് ഇവര്? ഇവര് ഏത് ലോകത്തെ ഇവര് മുതലാളിമാരാ, മുതലാളിത്ത സ്വഭാവമാണ് മന്ത്രിമാർക്ക്, CPM നേതാക്കന്മാർക്ക്. തൊഴിലാളികളെ പുച്ഛമാണ്, ആശാസമരത്തെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്. എന്നിട്ട് ഇവരുടെ ആവാസ സമരമാണ് അതിന് പകരം നടത്തുന്നത്. ഇത് അവസാനിപ്പിച്ചാൽ മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടേക്ക് എരിച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത്? ആ യൂണിവേഴ്സിറ്റികളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത പോലീസിനില്ലേ? പോലീസ് നോക്കിയിരിക്കുമ്പോൾ ഇതുപോലെ വൃത്തിയോടെ നടന്നത്. യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ തല്ലിയത്? ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലാം, അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ തല്ലാം. ഗവർണർക്കെതിരായ സമരമാണോ അതോ ഗുണ്ടായിസമാണോ നടന്നത്? ഗുണ്ടായിസമാണ് നടന്നത്. ഗുണ്ടായിസം, ജീവനക്കാരെ തല്ലി, വിദ്യാർത്ഥികളെ തല്ലിയിട്ടാണ് ഗവർണർക്കെതിരായി സമരം ചെയ്തത്. രാജ്ഭവനിലേക്ക് സമരം ചെയ്യും, രാജ്ഭവനിലേക്ക് സമരം ചെയ്യും. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതിപ്പോ അവരൊരു ചാരക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഇങ്ങോട്ട്